നമുക്കിതൊരു പാവയ്ക്ക പച്ചടി തയ്യാറാക്കിയാലോ? അതിനായിട്ട് 2 പാവയ്ക്ക എടുക്കുക. പാവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മാത്രമേ നമുക്കിത് വറുക്കാൻ ഈസി ആയിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. വറുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. ഇത് ഡയറക്റ്റ്ലി ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഇതിനകത്തുള്ള കയ്പ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എണ്ണയിലിട്ട് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനൊക്കെ ഒരു കപ്പ് തേങ്ങ, കടുക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 3-4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കടുകും വറുത്തെടുക്കാം. അതിനുവേണ്ടി കടുക് വറുത്ത് മുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഒരു തിള വരുന്നത് വരെ ഒന്ന് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. തൈര് കൂടി ആഡ് ചെയ്തതിന് ശേഷം വേണം അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്താൽ മതി. ക്രഷ് ചെയ്ത് നമുക്ക് നമ്മുടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്